ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരുപക്ഷെ അച്ഛനെ ഓർത്ത് നമ്മൾ നിശബ്ദമായിട്ടിരിക്കുന്ന പോലെ അമ്മയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എടോ, അമ്മ പൊട്ടിക്കരയും, ബഹളം വയ്ക്കും. എടോ, എല്ലാം പറയും. അധികം അത് മതി മോളെ. പോട്ടെ, സമാധാനിക്കും. അമ്മ അറിഞ്ഞോ, ദേവേട്ടൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ പ്രിയങ്ക സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുക. അമ്മ എന്തിനാ തല താഴ്ത്തുന്നേ? എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും അവളെ ഇതിനൊക്കെ നിർബന്ധിച്ച് വിടാറുള്ളത് അമ്മയല്ലേ? അപ്പൊ അമ്മയല്ലേ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ദേവേട്ടനോട് എന്താ പറയാ? ദേവം വിഷമിക്കരുത്. തൽക്കാലം വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി. ആശുപത്രി കിടക്കയിൽ സ്വൈര്യം തരില്ല, അത്രേ ഉള്ളൂ. സിനിമയ്ക്ക് പോയ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞു? ഓ, കാണാതായപ്പം വെറുതെ കഥയുണ്ടാക്കിയതായിരിക്കും. എന്നാലും പ്രിയങ്കമുള്ള ഒരു കാര്യമേ, അവള് ചെയ്ത അതേ കാര്യം തന്നെ കള്ളമായിട്ട് അവർക്ക് പറയാൻ തോന്നി. യശോദേ, നിങ്ങൾ എന്തെങ്കിലും എന്നോട് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പ്രേമോളുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പ്രേമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്. നമ്മളോട് ആരോടും പറയാതെ അവൾ ഒറ്റ പോക്കങ്ങ് പോയി കളഞ്ഞു. അമ്മ എന്തായി പറയുന്നത്? പ്രേമോൾ എവിടെ പോയെന്നാ? അച്ഛന്റെ അസുഖം ഭേദമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ചെന്ന് വഴിപാട് നടത്താമെന്ന് അവള് നേർന്നിരുന്നു. സത്യത്തിൽ ഞാൻ കരുതിയത് അസുഖം എല്ലാം ഭേദമായി കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാന്നാ. പക്ഷേ അവള് തനിച്ചങ്ങ് പോയി. അതെ ദേവേട്ട, ദേവേട്ടനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ അവള് പോയത്. എവിടേക്കായാലും ശരി, ആരോടും പറയാതെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട് പോവാന്നൊക്കെ പറയുന്നത് ശരിയാണോ? എന്തായാലും അവള് തിരിച്ചു വരട്ടെ. വരുമ്പോ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാ മതി. അവളെന്നോട് പിണക്കാണെന്നുള്ള ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അതങ്ങ് മാറി. എന്റെ മക്കൾ എന്നെ മത്സരിച്ച് സ്നേഹിക്കുകയാണെന്ന് മനസ്സിലായി. എന്താ തിരുമേനി, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. എന്നെങ്ങനെ ഇവിടെ കിടത്താൻ തന്നെയാണോ ഉദ്ദേശം? ഒരിക്കലുമല്ല. ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്ന് കനത്ത് ജോലികളൊന്നും ചെയ്യണ്ട. അതുപോലെ തിരുമേനിയുടെ മനസ്സറിയാവുന്നോണ്ട് പറയുക, കനത്ത ഭാരങ്ങളൊന്നും തിരുമേനി തൽക്കാലം തലയിൽ കയറി വെക്കണ്ട. നല്ല കെയർ വേണം. സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കണം. ഞാൻ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നന്ദിയുണ്ട് ഡോക്ടർ. കുറെ ദൂരെ ഇരുട്ടിലൂടെ സഞ്ചരിച്ചെങ്കിലും തിരിച്ച് ഇതുപോലെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഇരുത്തിയതിന്. താങ്കളുടെ വിശ്വാസത്തിൽ താങ്കൾ തന്നെയല്ലേ ചെയ്യുന്നേ? മറ്റുള്ളവരുടെ വേദനകൾ പരിഹരിക്കുന്നവരാണല്ലോ നിങ്ങൾ പൂജാരിമാരും. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. അവര് ബില്ലൊക്കെ റെഡിയാക്കണ്ടേ അമ്മേ? അപ്പോഴേക്കും ദേവേട്ടൻ ഇത് കഴിക്കും. അല്ല യശോദേ, രാധിക മോളോട് ആറ്റുവാശ്ശേരിയിലേക്ക് വരാൻ പറയാം. ദേവേട്ടൻ കഴിക്കും.
സോറി ചേച്ചി. ചേച്ചി എന്നെ തല്ലിയതിലൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ. അത് പിന്നെ ഞാൻ കാണിച്ചതും അത്ര വലിയ തെറ്റല്ലേ? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുക എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്താ എന്താ ഇവിടെ? അതെ, ഇവളെ ഇനി ഇവിടെ കണിമകൾ തിരിക്കാൻ പാടില്ല. ഇത് എന്റെ തീരുമാനമാണ്. ആരും ഇനി അത് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ഇറങ്ങടേ, ഇറങ്ങാൻ, ഇറങ്ങടി, ഇറങ്ങി ഓടി. അമ്മയോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ക്രൂരതയാവില്ലേ? എടോ, ഏതൊരാളറിഞ്ഞാലും പ്രശ്നമാണ്. ഒരുപക്ഷെ അച്ഛനെ ഓർത്ത് നമ്മൾ നിശബ്ദമായിട്ടിരിക്കുന്ന പോലെ അമ്മയ്ക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എടോ, അമ്മ പൊട്ടിക്കരയും, ബഹളം വയ്ക്കും. എടോ, എല്ലാം പറയും. അധികം മതി മോളെ. Da-di-da-di-da.